നമസ്കാരം. കരുവന്നൂർ കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുകളിലെ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കരുവന്നൂർ കേസിലെ പ്രതികളായ സതീഷ് കുമാർ, കിരൺ എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കണ്ടല കേസിലെ പ്രതി അഖിൽജിത്തിനും ജാമ്യം അനുവദിച്ചു. രണ്ട് കേസുകളിലും വിചാരണ നടപടികൾ തുടങ്ങിയിട്ടില്ല. ഇതോടെയാണ് കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം ഇഡി സമർപ്പിക്കാനിരിക്കുന്നതേയുള്ളൂ. കെ രാധാകൃഷ്ണൻ എംപിയെ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിട്ടുണ്ട്. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിലും ഇഡിയുടെ തുടരന്വേഷണം നടക്കുകയാണ്. അതിനാൽ 1.5 വർഷമായി ജാമ്യമില്ലാതെ പ്രതികൾ റിമാൻഡിലാണ്. ഇത് പരിഗണിച്ചാണ് ഇനിയും റിമാൻഡിൽ പാർപ്പിക്കുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ ബാങ്ക് കൊള്ളയായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. 300 കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം. വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റി നിയോഗിച്ചു. 219 കോടിയുടെ ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തി. 2011, 2012 മുതൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി. വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തിക്കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി, ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 55 പ്രതികളെ ഉൾപ്പെടുത്തിയാണ് ഇഡിയുടെ ആദ്യഘട്ട കുറ്റപത്രം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സ്വകാര്യ പണമിടപാടുകാരൻ പി സതീഷ് കുമാർ, ഇടനിലക്കാരൻ പി കിരൺ, വടക്കഞ്ചേരി നഗരസഭാ അംഗമായ CPM ലോക്കൽ കമ്മിറ്റി അംഗം PR അരവിന്ദാക്ഷൻ, കരുവന്നൂർ ബാങ്ക് മുൻ അക്കൗണ്ടന്റ് CK ജിൽസ് എന്നിവർക്കെതിരെയായിരുന്നു ആദ്യ കുറ്റപത്രം. തട്ടിപ്പിന്റെ പിന്നിലെ സൂത്രധാരർ ഇവരാണെന്നും ബാങ്ക് ഭരണസമിതിയുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും അറിവോടെ 180 കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നെന്നും ഇഡി കണ്ടെത്തി. കേസ് അന്വേഷണത്തിനിടെ 87.75 കോടിയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. കണ്ടല ബാങ്കിൽ നിന്ന് കോടികൾ എവിടേക്ക് പോയെന്ന അന്വേഷണത്തിലാണ് മുൻ പ്രസിഡന്റ് N ഭാസുരാംഗനും കുടുംബവും കരുവന്നൂർ മാതൃകയിൽ നടത്തിയ വഴിവിട്ട ഇടപെടലിന്റെ വിവരം ഇഡിക്ക് ലഭിച്ചത്. ബാങ്കിൽ നിന്നും ലോൺ തട്ടാൻ ഭാസുരാംഗന് ബിനാമി അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ശ്രീജിത്ത്, അജിത് എന്നീ പേരിലുള്ള ബിനാമി അക്കൗണ്ടുകളിലൂടെയാണ് പണം തട്ടിയത്. കണ്ടല ബാങ്കിൽ നിന്നും 3.22 ലക്ഷം രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. N ഭാസുരാംഗൻ ബിനാമി പേരിൽ 51 കോടി രൂപ വായ്പ തട്ടിയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. മിൽമ അഡ്മിനിസ്ട്രേറ്ററും 30 വർഷത്തിലേറെ മാറനല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റുമായിരുന്ന CPI നേതാവ് N ഭാസുരാംഗൻ ക്ഷീര കർഷകനല്ലെന്ന് ഒടുവിൽ ക്ഷീരവികസന വകുപ്പ് സമ്മതിച്ചത് അടുത്തിടെയാണ്. സംഘത്തിൽ അയോഗ്യത കൽപ്പിച്ചതിനെതിരെ ഭാസുരാംഗൻ നൽകിയ അപ്പീൽ വകുപ്പ് തള്ളി. ക്ഷീരസംഘങ്ങളിൽ തുടരാൻ ഒരു പശുവിനെയോ എരുമയോ എങ്കിലും സംഘത്തിന്റെ പരിധിയിൽ വളർത്തണമെന്ന നിയമം പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ഭാസുരാംഗനെതിരെയുള്ള റിപ്പോർട്ടിൽ പറയുന്നു. വിശദീകരണം ബോധിപ്പിക്കാനുള്ള ഹിയറിംഗിൽ ഭാസുരാംഗൻ പങ്കെടുത്തതുമില്ല. വൻ നിക്ഷേപ തട്ടിപ്പ് നടന്ന കണ്ടല സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റായ ഭാസുരാംഗനെ ബാങ്ക് ക്രമക്കേടിൽ ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു. ക്ഷീര കർഷകനല്ലാത്ത ഭാസുരാംഗനെ മിൽമ അഡ്മിനിസ്ട്രേറ്ററാക്കിയത് സർക്കാരിന്റെ ഗുരുതര വീഴ്ചയാണ്.